ബാലട്ടൻ എന്താ ഈ പറയുന്നത്? ഞാൻ എന്ത് മോശമായിട്ട് പെരുമാറിയെന്ന? മതികല ഗർഭിണിയാണെന്നറിയുന്ന രവി അങ്ങനെയൊരു ബന്ധം മതികലയുമായി തനിക്കില്ല എന്ന് തമ്പിയോട് പറയുന്നു. മതികലയുടെ ഗർഭം കള്ളത്തരമാണെന്ന് ബാലനോട് പറയുന്ന രവി കുഞ്ഞുമണി വയലോരം വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്ന് മനസ്സിജൻ. മതികലയുടെ ബന്ധങ്ങളെക്കുറിച്ച് പോലീസിന് വിവരങ്ങൾ കൊടുക്കുന്ന മനസ്സിജൻ. രാഹുലിന് പണം വാഗ്ദാനം ചെയ്ത് വശത്താക്കുന്ന മതികല. തുടർന്ന് കാണുക. ഈ യക്ഷി എവിടെയും വന്നു. രാഹുലിനെന്താ ഇവളുമായിട്ട് ഇടപാട്? നിങ്ങൾ ഈ പറയുന്നത് എങ്ങനെ നടക്കുന്ന? ഞാൻ എങ്ങനെ അയാൾ താമസിക്കുന്നിടത്ത് കയറി നിങ്ങളുടെ മൊബൈൽ മോഷ്ടിക്കുന്നത്? ഇത് മോഷണമൊന്നും അല്ല രാഹുല. സത്യത്തിൽ മോഷ്ടിച്ചത് അവനല്ലേ? മൊബൈൽ എന്റേതല്ലേ? എങ്കിൽ പിന്നെ നിങ്ങൾക്ക് നേരിട്ട് ചോദിച്ചാൽ എന്താ കുഴപ്പം? അത് പറ്റില്ല രാഹുല. അവൻ തരത്തില്ല. അതിനുള്ളിൽ അവന്റെ പല രഹസ്യങ്ങളും ഉണ്ട്. അയാളുടെ രഹസ്യങ്ങളോ? കേൾക്കുന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു കാലത്ത് കുട്ടിമണിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാലും അവനെ അവൾ വെറുക്കാനുള്ള കാരണങ്ങൾ എന്റെ മൊബൈലിലെ എക്സ്റ്റേണൽ മെമ്മറി കാർഡിൽ ഉണ്ടായിരുന്നു. ആ ഫോണ് തിരിച്ചു കിട്ടിയാ നിനക്കും കിട്ടും മനസ്സിജന്റെ രഹസ്യങ്ങൾ അറിയാനുള്ളൊരു താക്കോലും. ദൂരം കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് സംസാരിക്കുന്നൊന്നും കേൾക്കാൻ വയ്യ. എന്തായാലും ഈ വരവത്ര നല്ല ഉദ്ദേശത്തിനല്ല. ശരി, ഞാൻ ശ്രമിക്കാം നിങ്ങളുടെ മൊബൈൽ കൈക്കലാക്കാൻ. ഗുഡ്. പിന്നെ എനിക്ക് അഗ്രഹാരമൊക്കെ ഒന്ന് കാണണമായിരുന്നു, പ്രത്യേകിച്ച് അവൻ താമസിക്കുന്ന വീട്. പിന്നെ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കുട്ടിമണിയെ ഒന്ന് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. എന്തിനാ നിങ്ങൾ കുട്ടിമണിയെ കാണണേ? ഇങ്ങനെ പേടിക്കാതെ. അവൾ എന്റെ പുന്നാര നാത്തൂനല്ലേ രാഹുല. നടക്ക്. ഇതാ എന്റെ വീട്. അകത്തേക്ക് വരാം. അകത്തേക്ക് കേറുന്നില്ല. നീ വേഗം കുട്ടിമണി വിളിക്ക്. മനസ്സജൻ എന്തായാലും സ്ഥലത്തില്ലല്ലോ. ഇപ്പൊ ഒരു കൂടിക്കാഴ്ച ശരിയാവില്ല. എനിക്കുടനെ തിരിച്ചു പോണം. ശരി. അമ്മയും ചേച്ചി വന്ന പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എന്റെ കഥകൾ പൊളിക്കരുത്. ഞാനായിട്ട് കള്ളക്കഥകളൊന്നും പൊളിക്കില്ല രാഹുല. ഇത്തിരി കൂടെ വേണമെങ്കിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ചെയ്യാം. പോരെ? ചെല്ല്. ഇവൾ ഇവിടെയും എത്തി. എന്താ ഇവളുടെ ഉദ്ദേശം? ഇനി രാഹുലും കുട്ടിമണിയെ ഇവൾക്ക് വിറ്റോ? എന്തായാലും കുട്ടിമണി ഇവൾക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ചോരയ്ക്ക് ചോര, ആടിയെങ്കിൽ ആടി. ആഹാ, എന്താ കുട്ടിമണി, സുഖം തന്നെ അല്ലേ? അയ്യോ അല്ല കുട്ടിമണി, ദേ ഒക്കെ ഞാൻ ഈ രാഹുലിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും വേളി നടത്തി തരാൻ വേണ്ടിയാ മാണിക്യമംഗലത്തെ ഈ മതികല അന്തർജനം വന്നിരിക്കുന്നത്. അതേന്നെ, മനസ്സജൻ എന്ന തട്ടിപ്പുകാരനെ ഇവിടുന്ന് തുരത്തിയാലേ നിങ്ങളുടെ വേളി നടക്കൂ. അതിന് ഞാൻ നിങ്ങളെ സഹായിക്കും. സന്തോഷായോ? അപ്പോ അതാണ് പ്ലാൻ. കാര്യസാധ്യത്തിനു വേണ്ടി രാഹുലൻ യക്ഷിയെ ആവാഹിച്ചു വരുത്തി. ആരാ രാഹുല ഇത്? അമ്മ. അയ്യോ അമ്മ ആശീർവദിച്ചോ. അയ്യോ എന്താ ഇത്? നന്നായി വരട്ടെ മോളെ. അതെ, ഇതാ മതികല അന്തർജനം. അതെ, വയലൂര ഇല്ലത്തെ ഇളയ തന്ത്രി രവി നമ്പൂതിരിപ്പാടിന്റെ വേളി. ഞാൻ എന്റെ നാത്തൂനെ ഒന്ന് കാണാൻ വന്നതാ. വയലൂരോ ഇല്ലത്തെ ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിലെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. ഇവർക്ക് രണ്ടാൾക്കും പരസ്പരം ഇഷ്ടായ സ്ഥിതിക്ക് വേളി അങ്ങ് നടത്തിക്കൂടെ? കുട്ടിമണിയെ വേളി കഴിക്കണമെന്ന് ഞാൻ ബാലൻചേട്ടനെ വിളിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ എന്റെ കാല് തല്ലുപിടിക്കുന്ന അദ്ദേഹം പറഞ്ഞത്. ബാലേട്ടൻ അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പ്. പക്ഷേ എന്റെ രവിയേട്ടനെ നിനക്ക് അറിയാലോ രാഹുല. കുട്ടിമണിയുടെ ഇഷ്ടങ്ങൾക്ക് എന്റെ രവിയേട്ടൻ എതിര് നിൽക്കില്ല. കല്യാണത്തിന് രവിയേട്ടൻ സഹായിക്കുവേ. മുഹൂർത്തം കുറിപ്പിക്കാൻ ഞങ്ങള് ശ്രമിച്ചതാ.
കുട്ടിമണിയുടെ ജാതകം വേണമെന്ന് ജ്യോത്സ്യൻ നിർബന്ധം പിടിച്ചു. ഇവൾക്കാണെങ്കിൽ ജനിച്ച സമയം പോലും അറിയില്ല. അയ്യോ, അതാണോ ഇത്ര വലിയ കാര്യം? കുട്ടിമണിയുടെ ജാതകം ഞാൻ കൊണ്ടുവന്ന് തരാം. ഉണ്ടോ? എന്റെ ജാതക രാക്ഷസിയുണ്ടോ? എന്നെ തരണേ. എന്താ കുട്ടിമണി ഇത്? ചേട്ടത്തി രാക്ഷസി എന്നാണോ വിളിക്കുന്നേ? അയ്യോ, അത് ഞങ്ങള് തമ്മിലുള്ളൊരു കളിയാ അമ്മേ. വയലൂരെ ഇല്ലത്ത് വെച്ച് എപ്പോഴും ഞാൻ രാക്ഷസിയാണെന്ന് പറഞ്ഞു കുട്ടിമണി മന്ത്രവാദിയാവും. അവള് മന്ത്രം ചൊല്ലുമ്പോ ഞാൻ വന്ന് അയ്യോ എന്നെ ആവാഹിക്കല്ലേ ആവാഹിക്കല്ലേ എന്ന് പറഞ്ഞു നിൽക്കും. ഇവക്ക് വലിയ ഇഷ്ടം ആ കളി. എന്തായാലും നല്ല കളിയാണല്ലോ. ഇന്ദ്രിക പാരമ്പര്യമുള്ള തറവാടിന് ചേരുന്ന കളി തന്നെ. ആ അതെ അതെ. എന്തായാലും വയലൂരം ഇല്ലത്ത് നിന്ന് ആര് സഹകരിച്ചില്ലെങ്കിലും ഞാൻ സഹകരിക്കും. പോരെ? ആ മതി, പകുതി സമാധാനമായി. കാര്യങ്ങൾ കൈവിട്ടു പോവാണല്ലോ. എന്തു ചെയ്യും? മനസ്സിജൻ എവിടെ? മതികലേ, ഇത്രയും സന്തോഷമുള്ള വാർത്തയായിട്ട് വന്നതല്ലേ, അകത്ത് കയറിയിരിക്കെ. ചായ കുടിച്ചിട്ട് പോകാം. അയ്യോ അമ്മേ, എനിക്ക് വേഗം പോണം. രവിയേട്ടന് ഇന്ന് വൈകുന്നേരത്തേക്ക് ഭഗവതി സേവയ്ക്കുള്ള പൂക്കൾ ഒരുക്കാനുണ്ട്. അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല. ചായ കുടിച്ചിട്ട് നാട്ടേക്ക് വന്നേ. കുട്ടിമണി പോയിട്ട് ധൃതിയുണ്ടെന്ന് പറഞ്ഞില്ലേ? അവരെ വിട്. ശ്ശോ. പാവം കുട്ടിമണി. കുട്ടിമണി ഒരുപാട് നിർബന്ധിച്ചതല്ലേ രാഹുല? ചായ കുടിച്ചിട്ട് പോവാം. അതെ, ഞാൻ നിർബന്ധിച്ചതാ, ഇനിയും നിർബന്ധിക്കും. വാ, ഞാൻ ചായ ഇടാം. വാ 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 വാ. കുട്ടിമണി നീ അകത്തേക്ക് ചെല്ല്, ഞാൻ ഇവരെ കൊണ്ടുവന്നോളാം. കൊണ്ടുവന്നില്ലെങ്കിലേ ശരിപ്പറ്റി കഴിഞ്ഞാൽ നീയുമായിട്ടുള്ള വേളിക്ക് ഞാൻ കൂട്ടു നിൽക്കുമെന്ന് അറിഞ്ഞതോടെ കുട്ടിമണിക്ക് എന്നോടുള്ള ദേഷ്യം മൊത്തം മാറിയത് നീ കണ്ടോ? പക്ഷേ ഇപ്പൊ അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കുന്നേ? അയാള് പ്രശ്നം ഉണ്ടാക്കില്ലേ? രാഹുല, അവനെ ഒഴിവാക്കി കുട്ടിമണിയെ നിന്റെ സ്വന്തമാക്കി തരുമെന്ന് വാക്ക് തന്നതേ ഞാനാ, ഈ മതികല. നിന്റെ ജാതകം നീ എനിക്ക് തന്നാ മതി. അതിന് ചേരുന്ന വിധത്തിൽ കുട്ടിമണിയുടെ ജാതകം ഞാൻ ഉണ്ടാക്കും. പക്ഷേ അതിലൊരു കുരുക്കുണ്ടാവും. 6 മാസം കഴിഞ്ഞേ വേളി നടത്താൻ പാടുള്ളൂ എന്നുള്ളൊരു കുരുക്ക്. 6 മാസത്തിനുള്ളിൽ മനസ്സിജൻ കുട്ടിമണിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കും. ഇതൊക്കെ നടക്കൂ? നടത്തിത്തരും. വാക്കാണ് മതികളയുടെ. വാ, ചായ കുടിക്കാം. എന്താ ചേച്ചി? ആ രാക്ഷസി പിന്നെയും മർദ്ദാവേഷത്തിൽ ഇറങ്ങിയിട്ടുണ്ട് മനസ്സിജ. ആര്? വേറെ ആര്? മതികൊല. അവളും രാഹുലിനും ചേർന്ന് പുതിയ പാർട്ടി ഉണ്ടാക്കി. അവള് രാഹുലിന്റെ വീട്ടിലുണ്ട്. ഓഹോ, വയലോരം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നേരെ അവൾ ഇങ്ങോട്ടാ വന്നതല്ലേ? രാഹുലിന്റെയും കുട്ടിമണിയുടെയും വ്യാളി നടത്താനാ അവളുടെ ഭാവം. കുട്ടിമണിയുടെ ജാതകം കൊടുക്കാമെന്ന് അവള് രാഹുലിന്റെ മാതാശ്രീയോട് പറഞ്ഞു. വയലോരത്തുനിന്ന് ആര് സഹകരിച്ചില്ലെങ്കിലും അവള് സഹകരിക്കുമെന്ന് പറയുന്നത് ഞാൻ കേട്ടു. അതെങ്ങനെ ശരിയാവും? നിയമപരമായി കുട്ടിമണി പെങ്ങള് ഈ ബായിയുടെ ഭാര്യയല്ലേ? നിയമത്തെ പേടിയുള്ളവരല്ലേ പിച്ചളെ അതിനനുസരിക്കുന്നത്. ഇവൾക്കും ഇവളുടെ കൂട്ടാളികൾക്കും നിയമമെന്ന് പറയുന്നത് അവരുടെ ഇഷ്ടത്തിനൊത്ത് വളച്ചൊടിക്കാനുള്ള കടലാസ് വള്ളങ്ങളല്ലേ? ആ വേളി നടക്കരുത് മനസ്സിലാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല ചേച്ചി. അവളെ നമ്പാൻ പാടില്ല ബായി. ബായിയെ തോൽപ്പിക്കാൻ വേണ്ടി രഹസ്യമായിട്ട് രാഹുലിന്റെയും കുട്ടിമണി പെങ്ങളുടെ രജിസ്റ്റർ മാരേജ് നടത്താൻ പോലും അവള് മടിക്കില്ല. വയലോരം വീട്ടിൽ തടവിൽ കഴിയുന്ന മതികലയെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ പുറത്തിറങ്ങി അവള് താണ്ടവാടാൻ തുടങ്ങിയ പേടിക്കണം. നമ്മൾ സെറ്റ് ചെയ്ത് വരുന്ന പല കാര്യങ്ങളും ഇല്ലാതാവും. ഒരു തടയിടണം. എന്താ ഇപ്പം ചെയ്യുക? അവളുടെ രഹസ്യങ്ങൾ ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ ക്ലൈമാക്സ് എത്തുന്നവരെ അവളെ ഒതുക്കിയേ മതിയാവും. നേരെ രാഹുലന്റെ വീട്ടിലേക്ക് ചെല്ല്. കുട്ടിമണിയെ വ്യാളിക്കാര്യം പറഞ്ഞ് കയ്യിലെടുത്ത് ചിരിച്ചു കളിച്ച് നിൽക്കുക അവള്. അവിടെ ചെന്നിട്ട് ചോദിക്ക്, ഓർമ്മയുണ്ടോ ഈ മുഖമെന്ന്. ഇവര് പറയണേലും കാര്യമുണ്ട് ബായി. ഒരു കൊട്ടു കൊടുത്ത് വിട്ടാ തൽക്കാലത്തേക്ക് അടങ്ങിക്കോളും. രാഹുലിന്റെ വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയ കുട്ടുവിന്റെ മുമ്പിൽ ഞാൻ വീണ്ടും മോശക്കാരനാവും പിച്ചളെ. മതികരെ രാഹുലിനൊക്കെ ഇപ്പോൾ ആഗ്രഹിക്കുന്നതും എന്നെ കൂടുതൽ തകർക്കാനല്ലേ? ബുദ്ധിപരമായി നീങ്ങണം. അവക്കിട്ടൊരു കൊട്ടും കൊടുക്കണം. ഒപ്പം
രഹസ്യങ്ങളുടെ ചുരുളഴിയുന്നത് വരെ അവൾ അടങ്ങിയിരിക്കുകയും വേണം. അടങ്ങിയിരിക്കണമെങ്ക അവള് വയലോരം വീട്ടിൽ വീണ്ടും തടവിലാവണം ബായി. എങ്കിൽ വേഗം ഒരു കാർ പിടിക്കും. രാഹുലിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ ഇതുവഴി അവൾക്ക് പോകാൻ പറ്റൂ. വരുന്ന വഴിക്ക് പിടികൂടി ചാക്കിൽ കെട്ടി കാറിന്റെ ഡിക്കിലിടാവുന്ന വയലോരം വീട്ടിലെത്തിയിട്ട് തുറന്നു വിട്ടാ മതി. വെറുതെ നടക്കാത്ത കാര്യം പറയാതെ ചേച്ചി, ബുദ്ധിപൂർവ്വം നീങ്ങണമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അതെ, ബുദ്ധിപൂർവ്വം നീങ്ങണം. ഒരു വഴി തെളിഞ്ഞു വരുന്നുണ്ട് പിച്ചളെ. വേണ്ട സമയത്ത് ഓരോന്ന് ചെയ്യാൻ തോന്നിക്കുന്നത് ദൈവം തന്നെയാണ്. അവളുടെ ഗൂഢനീക്കങ്ങൾക്ക് തടയിടാനുള്ള നമ്മുടെ ശ്രമത്തിനിടയിൽ ഒരു പുതിയ കഥയ്ക്കുള്ള സ്കോപ്പ് തെളിഞ്ഞിട്ടുണ്ട്. സ്വന്തം കുബുദ്ധി തിരിച്ചടിക്കുന്ന കാഴ്ച അവൾ ഇന്ന് കാണും. ഇതാ എന്റെ ഗ്രഹനില. ആ ഈ 6 മാസത്തിനുള്ളിൽ മനസ്സജിന്റെ ശല്യം എങ്ങനെ തീർക്കുന്ന അതുമാത്രം എനിക്ക് മനസ്സിലായില്ല. ശല്യം തീർക്കാൻ 2 വഴികളാ ഉള്ളത്. ഒന്നുകിൽ മനസ്സജിനും കുട്ടിമണിയും വിവാഹമോചിതരാവണം. അത് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കേസ് കുടുംബ കോടതിയിൽ എത്തുമ്പോൾ കുട്ടിമണിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് അയാൾ പ്രൂവ് ചെയ്യും. മനസ്സജിന്റെ പരസ്ത്രീ ബന്ധം കൊണ്ടാണ് കുട്ടിമണി ഡിവോഴ്സിന് ആവശ്യപ്പെട്ടതെങ്കിലോ? ഈ പരസ്ത്രീ ബന്ധം നമ്മൾ എങ്ങനെ തെളിയിക്കും? തെളിയിക്കും. അതിനുള്ള തെളിവുകൾ ആ പരസ്ത്രീ തന്നെ ഹാജരാക്കും. നല്ല സ്ട്രോങ് എവിഡൻസ്. എന്നാലും 6 മാസം കൊണ്ടൊന്നും കേസിന് തീരുമാനമാവില്ല. വർഷങ്ങളായിട്ട് കേസ് നടത്തുന്ന ദമ്പതിമാരെ എനിക്കറിയാം. എന്താ രണ്ടാമത്തെ മാർഗം? രണ്ടാമത്തെ മാർഗം വളരെ സിമ്പിളാ. അത് നീ എനിക്ക് വിട്ടു തന്നാ മതി. കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് ഞാൻ നിന്നെ വലിച്ചഴക്കില്ല. എന്നാലും എന്താ പ്ലാൻ എന്നെങ്കിലും പറഞ്ഞൂടെ? രണ്ടാമത്തേതും നടക്കാൻ പോകുന്നതുമായ മാർഗം വയലൻസിന്റേതാണ്. എന്റെ മൊബൈൽ ഫോൺ നീ അവനിൽ നിന്ന് എനിക്ക് തിരിച്ചെടുത്ത് തന്ന ഞങ്ങൾ തമ്മിൽ ഒരു ഓപ്പൺ ഫൈറ്റ് ആരംഭിക്കും. 2-ൽ ഒരാൾ തീരുന്നതുവരെ നീളുന്ന ഒരു യുദ്ധം. ആ യുദ്ധത്തിന്റെ അവസാനം മനസ്സജൻ വീഴും. ഞാൻ വീഴ്ത്തും. ഒരു വിധവയെ വിവാഹം കഴിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? എന്റെ മൊബൈൽ ഫോൺ, അതിലാണ് ക്ലൈമാക്സ്. എത്രയും വേഗം നീ അതെടുത്തു തന്ന അത്രയും വേഗം കുട്ടിമണി നിനക്ക് സ്വന്തം. എന്നാ ശരി, ഫോൺ എടുത്തിട്ട് വിളിച്ചാ മതി. ഓക്കെ? നിന്റെ നൃത്തനാടകത്തിന്റെ ഇന്നത്തെ അരങ്ങ് ഈ അഗ്രഹാരത്തിലാണല്ലേ? അതെ, കഴിഞ്ഞു മനസ്സുജ. നല്ല തകർപ്പൻ സ്റ്റേജ് ആയിരുന്നു. മതികലയുടെ പെർഫോമൻസ് കണ്ട് കാണികളെല്ലാം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ആർപ്പുവിളികളും ആരവങ്ങളും ഒക്കെ മുഴക്കി. എന്നെ സമ്മതിക്കണമല്ലേ? നിന്നെ സമ്മതിക്കാനും നിനക്ക് പട്ടും വളയും തന്ന് ആദരിക്കാനും 2 ദിവസത്തിനകം വരുന്നുണ്ട് ചിലര്. നീ പേടിച്ചു അല്ലേ? പേടിയോ? എനിക്കോ? അത് നീ പറയുന്നത് കേട്ടിട്ട്. അത്രയ്ക്കൊന്നും വളർന്നിട്ടില്ല മനസ്സുജ നീ. എന്തായാലും പറ, ആരോ എന്നെ ആദരിക്കാൻ വരുന്നത്? പോലീസോ അതോ പട്ടാളോ? അതോ നീ ഇന്റർപോളിനെ? എനിക്കറിയാം, നിന്റെ മൊബൈൽ കൈ കിട്ടിയിട്ടും എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അഹങ്കാരത്തിലാ നീ സംസാരിക്കുന്നതെന്ന്. അത്ര സുരക്ഷിതമായിട്ടാണല്ലോ നീ മെമ്മറി കാർഡ് ലോക്ക് ചെയ്തത്. ലോക്ക് പൊട്ടിച്ചാൽ വൈറസ് ആവുമെന്ന് പേടിച്ച് ഒരു സർവീസ് സെന്ററുകാരും കാർഡ് അൺലോക്ക് ചെയ്യുന്നില്ല. ആ സാരമില്ല, ഒരാഴ്ച കൂടി നോക്കിയിട്ട് പോലീസിന് കൈമാറാമെന്നാ ഞാൻ വിചാരിക്കുന്നത്. അവരാകുമ്പോ ടെക്നോളജി വേറെയാണല്ലോ. ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കരുത്. മര്യാദക്ക് അത് തിരിച്ചു തരുന്ന നിനക്ക് നല്ലത്. നിന്നെ ബാധിക്കുന്ന ഒന്നും അതിലില്ലാത്ത സ്ഥിതിക്ക് അത് കയ്യിൽ വെക്കാനും പോലീസിന് കൈമാറാനും ഒക്കെ എന്ത് അധികാരമോ നിനക്കുള്ളത്? എന്റെ അധികാരം എന്തോ ആയിക്കോട്ടെ, നിനക്ക് പട്ടും വളയും തരാൻ ആരാ വരുന്നതെന്ന് നിനക്കറിയാമോ? നിന്റെ ഭർത്താവ് രവിയേട്ടൻ, പിന്നെ നിന്റെ അച്ഛൻ മഹാദേവൻ തമ്പി. ഓ, അങ്ങനെയാണോ? ഗർഭിണിയായ എന്നെ കാണാനുള്ള ആവേശം കൊണ്ടാവും എന്റെ ഭർത്താവും അച്ഛനും വരുന്നത് അല്ലേ? ആ അതെടി, നിനക്കുള്ള കാഴ്ചദ്രവ്യങ്ങൾ ഒരുക്കി തന്നെയാ അവരുടെ വരവ്. പാവ രവിയേട്ടൻ ഇവിടെ വന്നു കഴിയുമ്പോഴേ അറിയൂ
നിന്റെ വയറ്റി കിടക്കുന്ന കൊച്ചിന്റെ തന്ത വേറെയാണെന്ന്. ഇല്ലാ ഗർഭത്തിന്റെ കഥ മെനഞ്ഞത് നിനക്ക് തന്നെ വിനയായി മതികലേ. നിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഞാൻ നിന്റെ ഇല്ലാത്ത കൊച്ചിന് ഇല്ലാത്തൊരു തന്തയുണ്ടാക്കി. ഓരോ രാവിലും നീ നിന്റെ ജാരന് മൊബൈലിൽ മെസ്സേജുകൾ അയച്ചു. എല്ലാത്തിലും നീ നിന്റെ ഗർഭം പിടിക്കപ്പെടുമെന്നുള്ള ആശങ്ക പങ്കുവച്ചു. ജാരൻ നിന്നെ സമാധാനിപ്പിച്ചു. എന്തു വന്നാലും നിനക്കും നിന്റെ കുഞ്ഞിനും ഞാനുണ്ടെന്ന് അയാൾ ആശ്വസിപ്പിച്ചു. എങ്ങനെയുണ്ട് നിനക്കുള്ള എന്റെ പണി? എന്റെ കുഞ്ഞിന്റെ തന്ത നീ തന്നെയാണെന്ന് വരുത്തി തീർത്തോ നീ? നീ പിടിവിട്. ഞാൻ അത്രയും ചീപ്പാവൂന്ന് നീ വിചാരിച്ചോ? നിന്റെ കുഞ്ഞിന്റെ തന്ത ഞാനല്ല. ഞാൻ പറഞ്ഞാൽ ജീവൻ പോലും കളയുന്ന എന്റെ ചങ്ങാതിയാ. ദേ ഈ നിൽക്കുന്ന പിച്ചള. ഞാനോ? അതെ, രവിയേട്ടന് നിന്നിൽ നിന്ന് ഡൈവോഴ്സ് കിട്ടാൻ നിന്റെ മൊബൈലിൽ നിന്നും പിച്ചളയ്ക്ക് പോയ മെസ്സേജുകൾ ധാരാളമാ മതികലേ. നിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. അസ്തമയകാലത്താ നിനക്ക് വയലോരം വീട്ടിൽ നിന്ന് പുറത്തു ചാടാൻ തോന്നിയത്. നിന്റെ പതനം പൂർത്തിയാകാൻ ഇനി അധികം നാളുകളില്ല മതികലേ. ഇല്ലാ കഥ മെനഞ്ഞ് എന്നെ തകർക്കാന്നുള്ള നിന്റെ മോഹം അത് നടക്കില്ല. മനസ്സിൽ കഥ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഞാനാണെങ്കിൽ അത് തീർക്കാനും എനിക്കറിയാം. നീ പറയുന്നതൊന്നും വയലോരം വീട്ടിൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. നിന്റെ കള്ളത്തരങ്ങളെ കുറിച്ച് ഞാൻ അവരെ ബോധ്യപ്പെടുത്തും. നമുക്ക് കാണാം എന്താ നടക്കാൻ പോകുന്നത്. കാണാം, കാണിച്ചു തന്നിരിക്കും നിന്നെ ഞാൻ. എന്നിട്ടും അവളുടെ ശൗര്യം കണ്ടില്ല. കലക്കി മോനെ. അവള് വാരം ചുരുട്ടി തിരിച്ച് വയലോരം വീട്ടിൽ ചെല്ലും. എന്നാലും എന്റെ ബായ് എന്നെ അവളുടെ കൊച്ചിന്റെ തന്തയാക്കി ശരിയായില്ല കേട്ടോ. പൊറുക്ക് വെച്ചളേ, വേറെ വഴിയൊന്നും കാണാത്തോണ്ടാ ഞാൻ. എന്നോട് അത്രയും അടുപ്പമുള്ള ഒരാളുടെ പേര് പറഞ്ഞാലേ അവൾക്ക് ഭയം വരത്തുള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞ ബായ്, ധൈര്യമായിട്ടിരിക്കും, നമ്മള് ജയിക്കും. എന്നാലും മനസ്സിന്റെ കൂടെ നിന്നിട്ട് ആ രാക്ഷസിയുടെ ജാരനാകാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു പിച്ചളെ? എന്റെ വായിലിരിക്കുന്ന കേക്കരുത്. എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. കൊച്ചിന്റെ അച്ഛനല്ലേ? മനസ്സജമായി നമുക്ക് പോവാ, അല്ലെങ്കിൽ ഇവരിത് വർക്കൗട്ട് ചെയ്ത് എന്നെ നാട്ടിക്കും. മെമ്മറി കാർഡിലെ രഹസ്യങ്ങൾ നമ്മളെ കാത്തിരിക്കല്ലേ. എന്നാലും എന്റെ പിച്ചളെ മഹാമോശമായി പോയി. ഒന്ന് വിട്ടേ. ഞാൻ എത്ര പ്രാവശ്യമായിട്ട് ഇത് വായിക്കാൻ നോക്കുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. ശരാ, ഇവരെയൊക്കെ ആരുടെ അക്ഷരം പഠിപ്പിച്ച? ഇതൊന്ന് വായിച്ചു തന്നെ, വായിച്ചേ. ആദ്യത്തെ അക്ഷരം ഞാൻ വായിച്ചേ. പിൻ നോക്കണം. പിൻ പിൻ ചാത്തുന്നയ യാ വല്ലി താ ഇന്താ ദാ 0. ഓ, ഇതെന്താ? ഇതൊന്ന് വായിച്ചു തന്നെ. നോക്ക്. എന്റെ പൊന്നു കുട്ടിമണി, ഞാനൊരു കാര്യം ആലോചിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ വെറുതെ എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. നീ തന്നെ അങ്ങ് വായിച്ച് പഠിച്ചാ മതി. അതിന് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവർ എഴുതണ്ടേ? നോക്കി എഴുതാവൂല. നോക്ക്. കുട്ടിമണി, ഈ എഴുതിയിരിക്കുന്നത് പിൻ ചോർത്തുന്ന യന്ത്രം വെള്ളയമ്പലം ATM എന്നാ. ശരാ, ഉരുപ്പേരുന്ന പിന്നെ എങ്ങനാ ചോരുന്നേ? ചോരുന്നത് പാത്രമല്ലേ? ഇതാ ഞാൻ പറയുന്നത്, ഇത് എഴുതുന്നവർക്ക് ഒന്നും അറിയത്തില്ലാന്ന്. അല്ല, ഇതൊക്കെയാണോ നമ്മൾ വായിച്ചു പഠിക്കേണ്ടത്? ആണോ? കുട്ടിമണി, നീ നിന്റെ അറിവിനനുസരിച്ചുള്ള വാർത്തകൾ വായിച്ച് പഠിച്ചാ മതി. ഇതൊന്നും വായിക്കാറായിട്ടില്ല നീ. രാവില ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് അറിഞ്ഞൂടാന്ന് മാത്രം പറയരുത്. ഞാന് പായപൂത്രിയായ തന്റെ സ്വന്തം കാര്യം നിൽക്കാൻ കൈപോലുള്ള ഒരു സ്ത്രീയാണ്. മനസ്സിലായ? നീ ഇത്രയൊക്കെ പറയാറായോ കുട്ടിമണി? നീ ഒരു സംഭവം തന്നെ. ഞാൻ പറഞ്ഞില്ലേ രാവില, ഞാനൊരു മഹാശംഭവമായിക്കൊണ്ടിരിക്കുകയെന്ന്. ശരി. അല്ല, ഇപ്പൊ എന്താണ് രാഹുലിന്റെ പ്രശ്നം? എന്റെ കുട്ടിമണി, നിന്റെ ബന്ധുവായ മതികല ഇപ്പൊ എന്റെ പ്രശ്നം. അവര് വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? അല്ല, അവർക്ക് വരണമെന്ന് തോന്നി വന്നു. അല്ല എന്താ? അവരാ മനസ്സുജനെ തുരത്താൻ നമ്മളെ സഹായിക്കാന്നാ പറയുന്നേ. അല്ല, അയാളെ തുരത്താൻ നമ്മൾ മതിയല്ലോ, പിന്നെന്തിനാ അവരുടെ സഹായം? അതല്ല കുട്ടിമണി, അയാളെ ഓടിക്കാൻ നമുക്ക് അവര് കാശ് തരാന്നാ പറയുന്നേ. എന്നാലേ നമുക്ക് ആ കാശ് ആദ്യം വാങ്ങിച്ചാം, എന്നിട്ട് അയാളെ ഓടിച്ചാം. കല്യാണ ചെലവിന് കാശ് വരാമല്ലോ. അവർക്ക് എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്. നമ്മളവരുടെ കെണിയിൽ വീഴാൻ പാടില്ല. ആലോചിച്ചിട്ട് വേണം കൂടെ കൂട്ടാൻ. എനിക്ക് ആലോചന വരുന്നില്ല. മനസ്സജന്റെ കയ്യിലിരിക്കുന്ന ഫോണ് നമ്മൾ അടിച്ചു മാറ്റി അവർക്ക് കൊടുക്കണം. രാഹുലിനെ കൊണ്ട് മോഷണം നടത്തിച്ചിട്ടേ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചാൻ അടിച്ചും. ഏയ്, അതൊന്നുമല്ല.
അവരുടെ എന്തൊക്കെയോ രഹസ്യങ്ങൾ ആ ഫോണിലുണ്ട്. അതാ അവർ ഇത്രയും ദൂരം നമ്മൾ അന്വേഷിച്ച് വന്നിട്ട് നിന്നെ പിടിച്ചോണ്ട് പോവാത്തത്. ഏ, അവൾ എന്നെ പിടിച്ചാൻ വന്നാലേ അവളെ ഞാൻ ചവിട്ടിക്കൊല്ലും. ഇങ്ങോട്ട് വരട്ടെ പിടിച്ചാൽ. കുട്ടുമണി, നമ്മൾ ബുദ്ധിപരമായിട്ട് നീങ്ങിയില്ലെങ്കിൽ ഒരിക്കലാവും. അവൾ ചില്ലറക്കാരിയല്ല, സൂക്ഷിക്കണം. എല്ലാവരും വിറ്റ കാശ് അവളുടെ കയ്യിലുണ്ട്. നീ തിരിച്ചെത്തിയ ആവേശത്തില ഞാൻ സ്വർണം പണയത്തിൽ നിന്നെടുത്ത് വിറ്റതും കാറിന്റെ RC ബുക്ക് പണയം വെച്ചതും ഒക്കെ. യുദ്ധത്തിന് സന്നാഹം ഒരുക്കിയിട്ട് നീ തിരിച്ച് വയലോരം വീട്ടിലേക്ക് പോയാ ഞാൻ തനിച്ചായി പോവില്ലേ മോളെ? ഞാൻ പിന്നെ എന്താ ചെയ്യ? എന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അവൻ എന്റെ വയറ്റി വളരുന്ന കുഞ്ഞിന് വേറൊരു തന്ത ഉണ്ടാക്കിയെന്ന് പറയുമ്പോ അതൊക്കെ എല്ലാരും വിശ്വസിച്ച അബദ്ധമാവില്ലേ? ഹാ, എന്തബദ്ധം? കുഞ്ഞില്ല എന്നുള്ള കാര്യം നമുക്കറിയാലോ മോളെ. എന്നാലും എന്റെ അവിഹിത ബന്ധത്തിന് തെളിവായില്ലേ അമ്മേ? അതും ഓർക്കുമ്പോ തന്നെ ഛർദ്ദിക്കാൻ വരുവോ? നിന്റെ മൊബൈൽ നഷ്ടപ്പെട്ടതായി നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താലോ മോളെ? പരാതി കൊടുക്കാനും സിം ബ്ലോക്ക് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അതിനമ്മയുടെ കെട്ടിയോ വിചാരിക്കണം. നമ്മുടെ നാശം കാണാൻ കാത്തിരിക്കുന്ന ആ വെടക്ക് മഹാദേവൻ തമ്പി. അതെന്തിനാ? അയാളുടെ പേരിലാ എന്റെ സിം കാർഡ് ഇരിക്കുന്നത്. ഓർക്കുന്നില്ലേ? എന്റെ 20ാം പിറന്നാളിന് അയാൾ എനിക്ക് സമ്മാനമായിട്ട് തന്നത് എന്റെ ആദ്യത്തെ മൊബൈൽ ഫോണും സിം കാർഡും. BSNL കണക്ഷന് ഒരു തിരിമറിയും നടക്കില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് മൊബൈൽ നഷ്ടപ്പെട്ടതായി FIR കിട്ടിയാലേ അവര് കണക്ഷൻ റദ്ദാക്കൂ. ഇനി എന്ത് ചെയ്യും മോളെ? മൊബൈൽ തിരിച്ചു കിട്ടാതെ നീ വയലോരം വീട്ടിലേക്ക് പോകുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. ആലോചിക്കാം ഇനി എന്താ വേണ്ടെന്ന്. ശീലാവതി പറഞ്ഞപ്പോ എവളേതോ രാക്ഷസിയുടെ കഥ പറയുന്നെന്നാ എനിക്ക് തോന്നിയത്. മതികല ചെയ്തു കൂട്ടിയ ദുഷ്ടതരങ്ങൾ മനസ്സിന്റെ നാവിൽ നിന്നും കേട്ടപ്പോഴാ എനിക്ക് പൂർണ്ണമായി വിശ്വാസമായത്. ബായി പറഞ്ഞ തീരെ ചുരുക്കിയമ്മ. അവളുടെ കേളിവിലാസങ്ങൾ മുഴുവൻ അറിയണമെങ്കിൽ ദിവസം കുറെ വേണ്ടിവരും. മുഴുവനൊന്നും ഞങ്ങൾക്കും അറിയില്ലമ്മേ. അറിഞ്ഞതിലും അപ്പുറം കാര്യങ്ങൾ അറിയാൻ ബാക്കിയാ. അവളുടെ രഹസ്യങ്ങളുടെ ഒരു പെട്ടി ഇപ്പൊ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിന്റെ താക്കോലിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. എന്തിനാ താക്കോല്? നിങ്ങൾ ആ പെട്ടിയും എടുക്ക്. ഒരു ചെറിയ സേഫ്റ്റി പിന്നും കൂടെ കിട്ടിയാ ഞാൻ ഏത് പൂട്ടും തുറക്കും. എടി ഭയങ്കരി, എന്ത് വിശ്വസിച്ചാ ഞാൻ നിന്നെ എന്റെ വീട്ടിൽ കിടത്തുന്നേ? അയ്യോ മാതാശ്രീ, പെട്ടി അവളുടേതാണെന്ന് കേട്ടപ്പോ ആവേശം കൊണ്ട് പറഞ്ഞു പോയത്. ആവേശം അവളുടെയും അവളുടെ തള്ളയുടെയും പൂട്ടുകൾ മാത്രമേ ഈ ശീലാവധി പൊളിക്കൂ. അങ്ങനെ ഒരു അവസരം കിട്ടിയാ ഞാൻ ആ കഴിവ് തെളിയിക്കുന്ന അറിയാലോ. മനസ്സിജൻ ബായി പറഞ്ഞ പൂട്ട് ഒരു ന്യൂ ജനറേഷൻ സാധന. മൊബൈൽ ഫോണിന്റെ മെമ്മറി കാർഡ്. ഓ അങ്ങനെ മനസ്സിജൻ സാഹിത്യം പറഞ്ഞതല്ലേ? നന്നായി മോനെ, ഈ ചേച്ചിക്ക് സന്തോഷമായി. പക്ഷേ ഞങ്ങൾക്ക് സന്തോഷമാവണമെങ്കിൽ കുട്ടിമണിപ്പെങ്ങക്ക് ബായോടുള്ള ഇഷ്ടക്കേട് മാറണം. അതെ, മതികല ഈ തെരുവിലെത്തിയതും രാഹുലിനെ സ്വാധീനിച്ചതൊന്നും നിസ്സാരമായി കരുതേണ്ട കാര്യമല്ല. എനിക്കെതിരെയുള്ള യുദ്ധത്തിൽ അവൾ അവനെ കൂടെ നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാവും. ഞാൻ സൂത്രത്തിൽ അന്വേഷിച്ചു. രാഹുലിനുമായുള്ള വേളി നടത്താൻ കുട്ടിമണിയുടെ ജാതകം കൊണ്ടുതരാമെന്ന് പറഞ്ഞാ അവള് പോയിരിക്കുന്നത്. വയലൂർ ഇല്ലത്തുനിന്ന് കുട്ടിമണിയെ കാണാൻ ഒരാളെങ്കിലും വന്നല്ലോന്നാ രാഹുലിന്റെ മാതാശ്രീയുടെ ആശ്വാസം. ഇനിയിപ്പോ വ്യാളി വൈകില്ലാന്ന് രാധിക കൊച്ചു പറഞ്ഞു. എന്തെങ്കിലൊക്കെ ഉടനെ ചെയ്യണം ബായി, അല്ലെങ്കിൽ പുലിവാലാവും. അറ്റ കൈക്ക് പ്രയോഗിക്കാൻ ഒരു തന്ത്രം മനസ്സിലുണ്ട് പിച്ചളെ. അതോടെ രാഹുലിന്റെ എല്ലാ നാടകവും പൊളിയും. അവന്റെ വീട്ടുകാർ തന്നെ കുട്ടുവിനെ വയലോരം വീട്ടിൽ കൊണ്ടുവിടും. എന്താ ബായ് പ്ലാൻ? പറയാം. എന്നാ പിന്നെ ആ തന്ത്രമെടുത്തങ്ങ് വീശ്. അതിലും ഒരു അപകടമുണ്ട്. രാഹുലിന്റെ വീട്ടുകാർ കുട്ടുവിനെ വയലോരം വീട്ടിൽ ഉപേക്ഷിച്ചാലും നമുക്ക് തിരിച്ചു കിട്ടുന്നത് പഴയ കുട്ടുവിനെ ആയിരിക്കില്ല. സ്വന്തം ഒറ്റവർക്കിടയിൽ കിടന്ന് അവൾ രാഹുലിന് വേണ്ടി കരയും. അപ്പച്ചിയമ്മയ്ക്കും ബാലേട്ടനൊന്നും അത് താങ്ങാനാവില്ല. അതേതായാലും തൽക്കാലം വേണ്ട. ഈ തെരുവിൽ നിന്നും കുട്ടുമണി പോകേണ്ടത് മനസ്സിന്റെ കയ്യും പിടിച്ച മനസ്സിന്റെ സ്വന്തം കുട്ടുവായി. അതാ അമ്മ എൻ്റെ സ്വപ്നം. വെളുപ്പാങ്കാലങ്ങളിൽ ഞാൻ കാണാറുണ്ടാക്കിനാവ്. കുട്ടുവും കുഞ്ഞുമണിയും ഒത്ത് മഞ്ഞു മൂടിയൊരു താഴ്വരയിലൂടെ ഞാൻ പോകുന്നു. ഒരിക്കലും തീരാത്തൊരു യാത്ര. രാവിലെ കണ്ണു തുറക്കുമ്പോൾ ഞാനൊന്ന് ആശിക്കും, ആ സ്വപ്നത്തിൽ നിന്ന് ഉണരണ്ടായിരുന്നു. ജീവിതത്തിലും അത് നടക്കുമ്പായി.
വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം നടക്കുമ്പായി. അമ്മേ, ഗുരുവായൂരപ്പാ. എന്താ? പുണ്യതീർത്ഥങ്ങളിലൂടെ ഒരു ദീർഘയാത്ര നടത്തി. പാപങ്ങളൊക്കെ തീർന്നു. ഈ പതിയനെ സ്വീകരിച്ചാലും മാഡം. അകത്തേക്ക് വരരുത്, ഇറങ്ങി പോടാ അവിടുന്ന്. മാഡം, എന്നെ മനസ്സിലായില്ലേ? ഞാൻ കാര്യസ്ഥനാ, മഹേഷ് നമ്പൂതിരിപ്പാട്. കാര്യസ്ഥനോ? എവിടത്തെ കാര്യസ്ഥൻ? നിന്നെ ഞാൻ പിരിച്ചു വിട്ടു. അയ്യോ, അതപ്പോ നീയും ആ രാഹുലിനും ചേർന്ന് മനസ്സിൽ തന്നെ പുറത്താക്കാൻ ശ്രമിച്ചു എന്ന് അറിഞ്ഞ നിമിഷം എടാ, മനസ്സിൽ ഞാൻ മാംസാഹാരിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചില്ലേ നീ? അയ്യോ ഇല്ല, സത്യത്തിൽ മനസ്സിനെ കുട്ടിമണിയെ കിട്ടാൻ വേണ്ടിയാ ഞാൻ തീർത്ഥാടനം പോലും നടത്തിയത്. സത്യം. വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. ദേ, ഇവരാ രാഹുലന്റെ ആള്, ഞാനല്ല. ഞാനേ ഈ മാതാശ്രീയുടെ ആളാ. നിന്നെ പോലെ മാംസാഹാരം ഭക്ഷിക്കുന്നവളല്ല. ഞാൻ മാംസാഹാരം ഭക്ഷിക്കുന്നോ? ആര് പറഞ്ഞു ഈ പച്ചക്കള്ളം? നീ എന്നോട് പറഞ്ഞു മനസ്സിൽ താമസിക്കുന്നിടത്ത് മാംസം പാകം ചെയ്ത് നിനക്ക് തരാൻ. മ്ലേച്ഛൻ, നിന്നെപ്പറ്റി നോം ഇത്രയ്ക്കങ്ങോട്ട് നിരീക്ഷിച്ചില്ല. മനസ്സിനെ ഞാൻ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി നീയും നിന്റെ അളിയനും കൂടെ ചേർന്ന് നടത്തിയ കൂടാലോചനല്ലേ ഇത്? വേണ്ട, ഇങ്ങോട്ട് വരണ്ട. മാഡം, എന്നോട് പൊറുക്കണം. ആ അളിയൻ എന്നെ ചതിക്കാൻ ശ്രമിച്ചതാ. ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. എന്നെ ജോലിന്ന് പറഞ്ഞു വിടരുത് പ്ലീസ്. അവന്റെ ഒരു പീസ്. ഇറങ്ങി പോടാ ഇവിടുന്ന്. ഞാൻ പോവില്ല. എന്റെ മാഡത്തെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. ഈ ജോലി പോയാ ഞാൻ തൂങ്ങിച്ചാവും, തീർച്ച. ഒരുപാടായല്ലോ ഇത്. മാഡം, പൊറുക്കണേ. എന്താ ശീലാവതി ഇപ്പൊ ചെയ്യാ? എന്റെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് ഇവനെ പണിക്കെടുത്താലോ? വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് തെളിയിച്ച സ്ഥിതിക്ക് ഇവന് എന്ത് ജോലി നമ്മൾ കൊടുക്കും? പുറംപണിയൊക്കെ ചെയ്യിക്കാം മാതാശ്രീ. വെള്ളം കോരുകയും വിറക് വെട്ടുകയും ഒക്കെ. വീടിനകത്തേക്ക് കയറ്റാതിരുന്ന മാത്രം മതി. കയറ്റിയ ഇവൻ ഇവിടുന്ന് എന്തെങ്കിലും അടിച്ചുകൊണ്ടുപോയി മനസ്സിജന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് മനസ്സിജനെ എടുത്തു തന്ന് ഇവൻ സ്ഥാപിക്കും. എന്നാ പിന്നെ നീ തന്നെ അവന് പറ്റിയ ഒരു പണി പറഞ്ഞുകൂടാ? ഇന്ന് രാത്രി വരെ ഇവനെ ഈ വീട്ടിനെ കാവൽ നിർത്തിയാലോ മാതാശ്രീ? വെയിലുകൊണ്ട് ഇവന്റെ അഹങ്കാരം ഒന്ന് കുറയട്ടെ. പിന്നെ ഈ ഏഭ്യൻ മാംസാഹാരത്തെ കുറിച്ച് ചിന്തിക്കുകയില്ല. അത് കൊള്ളാം ശീലാവതി. ഒരു പൂച്ച കുഞ്ഞു പോലും ഈ വീട്ടിൽ കയറരുത്, മനസ്സിലായോടാ? നിന്റെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരു അവസരമാടാ ഇത്. നീ തകർക്ക്. ശരി, ആഹാരം കഴിക്കാം. ശരി, ആഹാരം കഴിച്ചിട്ട് കാവൽ നിൽക്കാം. നിന്നോടല്ല, മാതാശ്രീയുടെ ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞത്. നീ പോയി കാവൽ നിൽക്ക്. നിനക്കുള്ള ഭക്ഷണം ഞാൻ പുറത്തേക്ക് തന്നോളാം. പോടാ. ശരി. നന്നായി ശീലാവതി. എവന്റെ അടുത്ത് ഇങ്ങനെ തന്നെ വേണം നിൽക്കാൻ. നമുക്ക് അകത്തേക്ക് പോകാം മാതാശ്രീ. ശരി പുത്രിശ്രീ. എന്താ എന്നെ വിളിച്ചത്? പൂർത്തിയെന്നോ? എന്നെ മകളായി കാണാൻ തീരുമാനിച്ചു അല്ലേ? ഞാൻ ധന്യായി മാതാശ്രീ. അയ്യട, ഒരു പൂർത്തി കണ്ടാലും മതി. ഞാൻ കളിയാക്കിയതാ. എനിക്ക് ഗ്ലാമർ ഒരല്പം കൂടിപ്പോയി അല്ലേ മാതാശ്രീ? മതി, അകത്തേക്ക് പോകാം. അപ്പം ഞാൻ വണ്ടി തിരിക്കാം. വരട്ടെ. The fire that got him these first three victories in the opening 2 rounds of this year's championship, but still in the lead, Edwards just from Corsa. അയ്യോ, മുടിച്ചു എല്ലാം നശിപ്പിച്ചു. ഇരുവല്ല ഇതൊക്കെയാണോ നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ കാണേണ്ടത്? ഇതെന്നെ കുഴപ്പം? പോലീസ് പിടിച്ചോ? പോലീസ് ഒന്നും പിടിക്കില്ല. നീ കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്നാ ഞാൻ പറഞ്ഞത്. അല്ല, എന്നെ ഉത്തരവാദിത്തം. ഞാനും രാധിക എത്ര പ്രാവശ്യം പറഞ്ഞതാ കുട്ടിമണി, ഇത്ര വേഗം നീ എല്ലാം മറന്നോ? രാവിലെ കുളിച്ചിട്ടേ ചായ കുടിച്ചാ ഒന്ന് പറഞ്ഞു. ഞാൻ കുളിച്ചിട്ടാണല്ലോ ചായ കുടിച്ചത്. അതല്ലേ ഉത്തരവാദിത്തം? എന്തിനാ ടിവിക്ക് ഇത്ര വോളിയം? ഒന്ന് കുറച്ച് വെച്ചൂടെ? അയ്യോ, എന്റെ ശുഭം കളഞ്ഞു.
രാവിലെ എനിക്ക് അതുപോലെ ഒരു ബൈക്ക് വാങ്ങിച്ചു തരോ? ബൈക്കോ? ഒരെണ്ണം എനിക്ക് തന്നെ വാങ്ങണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ. ബൈക്ക് പോലും. ബൈക്കും കാറും ഒന്നും ഈ വീട്ടിൽ വേണ്ട. അപകടങ്ങളാ എന്നും പത്രത്തിൽ കാണുന്നു. പറ്റത്തില്ല. രാവിലെ നമുക്ക് രണ്ട് അതുപോലെ ഒരു ബൈക്കിൽ കയറി അരി കാണുന്നത് ഇതിനകത്ത് കയറി ഷീഡിലങ്ങ് പോവാൻ നമുക്ക്. നീ ഇനി ടി വി കാണണ്ട. ഇല്ല, ഇനി ഇതെന്റെ കയ്യിൽ ഇരിക്കട്ടെ. നീ അത്രയ്ക്കല്ലേ? ഞാൻ അപ്പുറത്തെ ടിവിയാണ്. നീ എന്തേ നോക്കട്ടാ? ഞാൻ നീ കുട്ടിമണിയോട് വരാനാ പറഞ്ഞത്. നീ പോടാ. കുട്ടിമണി എന്തൊരു കഷ്ടമാ നോക്കി. എന്നെ തോപ്പിക്കാൻ ആരും വിചാരിക്കണ്ട. ഞാനേ അയാൾക്ക് കുട്ടിമണി കാഞ്ചാണ് നിന്നെ. അമ്മ അത്തില്ലടാളി അവിടെ ഉണ്ടെങ്കിൽ ഒന്നുമില്ല. നീ മുമ്പിന് മാറിക്കേ. നടക്കില്ല കുട്ടിമണി. എന്റെ അനുവാദമില്ലാതെ മാടത്തെ കാണാൻ ഇന്നു മുതൽ ആർക്കും കഴിയില്ല. എന്നെ അനുവാടാ? എനിക്ക് അമ്മയെ കാണണം. പറ്റില്ല. ഉത്തരവാദിത്വമുള്ള ഒരു മാനേജർ കം കാര്യസ്ഥൻ എന്ന നിലയിൽ മാടത്തിന്റെ സംരക്ഷണ ചുമതല ഇന്നു മുതൽ എനിക്കാ. ഒരു കാരണവശാലും ആരെയും അകത്തേക്ക് കടത്തിവിടണ്ടെന്നാ എന്നോട് മാടം പറഞ്ഞിരിക്കുന്നത്. എന്നോട് പറഞ്ഞതേ എനിക്ക് ചെയ്യാൻ പറ്റൂ. എന്റെ സമ്മതമില്ലാതെ അകത്ത് കയറിയ ഞാൻ പോയി ആ മനസ്സിനെ വിളിച്ചോണ്ട് വരും. പിന്നെ നീ മാടത്തിന്റെ അടുത്ത് നിക്കില്ലാന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്നെ പാര വെച്ച് പണിയില്ലാതാക്കാൻ ശ്രമിച്ചത് നീയും ആ രാഹുലിനും കൂടിയാ. അതിന് ഞാൻ പ്രതികാരം ചെയ്യും. നീ ഇനി മാടത്തെ കാണില്ല. ഈ മഹേഷ് നമ്പൂതിരിപ്പാടാ പറയുന്നത്. നീ പോടാ പട്ടിയുടെ പട്ടി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ. നിന്നെ ഞാൻ വടി ഇവിടെ വെച്ചിട്ടുണ്ട്. നീ വടിയെടുത്താ ഞാൻ തോക്കെടുക്കും. നിന്നെ ഞാൻ വെടിവെച്ചു കൊല്ലും. ഇത്രയും ദിവസം നീയൊക്കെ എവിടെയായിരുന്നടാ? അല്ല നിന്റെ മോ എന്താടാ മുറിഞ്ഞടിച്ചെന്നേ? അയ്യോ, അതോടെ നമ്മുടെ വീട്ടുകാരെ ചേച്ചി ഇപ്പൊ ഭയങ്കര തിരക്കിലല്ലേ? ഞങ്ങളെയൊന്നും മൈൻഡ് ചെയ്യാനുള്ള സമയമില്ലല്ലോ. ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? ഈ അലിയനല്ല, ഇവൻ എന്റെ അമ്മയുടെ അടുത്ത് വിടുന്നില്ലെന്നേ. ഈ ആക്രമകേശ ഇവൻ തന്നെ. ഇവൻ പറയുവാ ഞാൻ അകത്തേക്ക് കയറി എന്നെ വെടിവെക്കുമെന്ന്. വെക്കും. എന്റെ വീട്ടിലിരിക്കുന്ന പറഞ്ഞാലുണ്ടല്ലോ നിങ്ങളെ ഞാൻ ഷൂട്ട് ചെയ്യും. വെറുതെ വാചകം അടിക്കാതെ വഴി മാറ മുണ്ടക്കിൽ ശേഖര. ഇല്ല, ഞാൻ മാറില്ല. മാടത്തിന്റെ സുരക്ഷ എന്നെ ഏൽപ്പിച്ചിരിക്കുക. ഞങ്ങളോട് കളിക്കാൻ വന്നാ നിന്നെ കളി പഠിപ്പിക്കും. പോടാ, പോയി തരത്തിൽ കളിക്കടാ. നിനക്കിട്ട് പണിയാനോ ഞങ്ങൾക്കറിയാടാ ആക്രി മഹേഷേ. നിന്റെ ഒന്നും പണിയിൽ വീഴുന്നവനല്ലടാ ഈ മഹേഷ്. ചേച്ചി ധൈര്യമായിട്ടിരിക്കെ. ഇവനെ കാര്യം നമ്മളായിട്ടു. അപ്പൊ ഞാൻ വടി എടുക്കണ്ടേ? വേണ്ട, ഞങ്ങൾ ഏറ്റെന്ന് പറഞ്ഞില്ലേ? അവൻ ഏറ്റെന്ന് പറഞ്ഞാലേ ഏറ്റതാടാ. പിന്നെ മുട്ടയെന്ന് വിരിയാത്ത പിള്ളേര് എന്നെ എന്ത് ചെയ്യാനാ? എന്റെ ചേമ്പൊന്ന് നീ കണ്ടോ അലിയ? കുത്തുമണി എന്താ കുട്ടുമണി? നീ ചെന്നപ്പോഴേക്കും നിന്റെ അമ്മ മനസ്സിന്റെ വീട്ടിലേക്ക് പോയോ? നീ പോടാ, എന്നോട് മിന്നെ വരണേട്ടാ. എന്തോന്നാ പ്രശ്നം? അളിയനെന്താ ഇവിടെ നിൽക്കുന്നേ? വീട്ടിന് കണ്ണ് കെട്ടാതിരിക്കാൻ നോക്കൂത്തിയാക്കിയോ ആ ഞാനാംബിക? പോടാ അളിയാ, നിന്റെ പാര കാരണമാ എനിക്ക് ഈ ഗതി വന്നത്. നോക്കിക്കോ, ഇനി നിന്റെ കുട്ടിമണി മാടത്തെ കാണില്ല. കാണരുത് അളിയ, കാണരുത്. അളിയന്റെ കഴിവ് തെളിക്കാൻ പറ്റിയ അവസരം. അളിയൻ തകർത്തോളിയാ, ഞാനുണ്ട് കൂടെ. ഒരു തെണ്ടിയുടെയും സഹായം എനിക്ക് ആവശ്യമില്ല. ഐ നോ വാട്ട് ഈസ് ദ ഡൂയിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ബ്രഹ്മശ്രീ മംഗലം ഓഫ് ഇന്ത്യ. എന്നുവെച്ചാ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാവുന്ന. വെരി ഗുഡ് അളിയ. ഇപ്പോഴാ അളിയനൊരു കാര്യസ്ഥനായത്. കീപ് ഇറ്റ് അപ്പ്. അയ്യോ, ശീരാവതി അന്തർജനം ചെറുതായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. ശരി മാഡം, എന്തായാലും ഇത്ര നാൾ കാത്തതല്ലേ. മാഡം പറഞ്ഞ പോലെ ഇത്തിരി കൂടി വെയിറ്റ് ചെയ്യാം. എനിക്കവനെ ഒന്നുകൂടി കാണണം മാഡം. ഒന്ന് വിളിച്ച് പറയാമോ? ഞാൻ ഇന്ന് തന്നെ പോയി കണ്ടോളാം. ശരി മാഡം. നാളെ പോയാൽ മതി എന്നാ മുംതാസ് മാഡം പറഞ്ഞത്. മക്കളെ, ഞാനും വരട്ടെടാ നിന്റെ ഒപ്പം. എനിക്കും നമ്മുടെ കുട്ടാപ്പൂനെ കാണാൻ കൊതിയായതാ. ശരിയാവില്ല അപ്പച്ചമ്മേ. നമ്മൾ രണ്ടാളും കൂടി ഇവിടുന്ന് ഇറങ്ങുമ്പം എവിടേക്കാണെന്ന് സീത ചോദിക്കില്ലേ? എന്നെ വൈദ്യനെ കാണിക്കാൻ കൊണ്ടുപോവാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ നിന്റെ സ്കൂട്ടറിന്റെ പുറകെ പിടിച്ചിരുന്നോളാം മക്കളെ. തൽക്കാലം അത് വേണ്ട.
ഞാനിവിടെ സ്വന്തം മകളായി അംഗീകരിച്ച ആശ്വാസത്തിൽ സമാധാനമായി കഴിയുക സീത. എത്ര നാളുണ്ടാവും അവൾക്ക് ഈ ആശ്വാസം? ഏറിയ 1-2 ആഴ്ച. അത് കഴിഞ്ഞാൽ വീണ്ടും വയലോരം വീടിന്റെ പരീക്ഷണഘട്ടം തുടങ്ങും. കുട്ടാപ്പൂൻ അംഗീകരിക്കാൻ അവൾ ഒരിക്കലും തയ്യാറാവില്ല. ഈ കുഞ്ഞുമണി തന്നെ സ്വന്തം ചോരയെന്ന് അവൾ വീണ്ടും വാദിക്കും. അതോടെ ഇവിടുത്തെ സമാധാനം മുഴുവൻ പോവും. കൊടുങ്കാറ്റിന് മുമ്പുള്ളൊരു ശാന്തത അവൾ ശരിക്കും ആസ്വദിക്കട്ടെ അപ്പച്ചമ്മേ. ഒരു കൊടുങ്കാറ്റും ഉണ്ടാവില്ല മക്കളെ. കുട്ടാപ്പ് വരുമ്പം അവനെ അവള് സ്വീകരിക്കും. 2 മക്കളും കൂടെ സന്തോഷമായിട്ട് ഈ വീട്ടിൽ വളരും. എന്റെ ആഗ്രഹം അതൊക്കെ തന്നെ അപ്പച്ചമ്മേ. പക്ഷേ നടക്കാൻ സാധ്യത തീരെ കുറവായ ആഗ്രഹം അത്. മോൾ അച്ഛന്റെ തോളി കയറി ഞെളിഞ്ഞിരിക്കുന്നുണ്ടല്ലേ? ഇന്ന് അവൾക്ക് വിശപ്പുമില്ല, ദാഹവുമില്ല, ഉറങ്ങുകയും വേണ്ട. എടി പെണ്ണെ, നിനക്ക് പാലൊന്നും കുടിക്കണ്ടേ? ഇനി വാ. അതങ്ങ് ബാലന്റെ കയ്യിലോട്ട് കൊടുക്കും മക്കളെ, അവൻ കൊടുത്തോളൂ. വേണ്ട അപ്പച്ചമ്മേ, ഞാൻ കൊടുത്താലേ അവൾ ഉറങ്ങുള്ളൂ. നന്നായിട്ട് ഉറങ്ങിയാലേ വേഗം വളരൂ. അച്ഛന്റെ പുന്നാരിക്കലും കൊണ്ടിരുന്നാലേ പെണ്ണങ്ങ് വഷളാവും. കണ്ടില്ല അപ്പച്ചമ്മേ, സന്തോഷത്തിന്റെ കൊടുമുടിയില അവള്. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ തീവ്രത കൂടും. ചിലപ്പോ തോന്നും ഒക്കെ വിളിച്ചു പറഞ്ഞ് ഒറ്റ നിമിഷം കൊണ്ട് എന്റെ മനസ്സിന്റെ സംഘർഷം അങ്ങ് അടക്കിയാലോന്ന്. പക്ഷെ അവളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിനും പറ്റുന്നില്ല. പറ്റുന്ന വിഷമങ്ങളൊക്കെ മനസ്സിൽ ഒതുക്കുന്നതാ മക്കളെ നല്ലത്. സഹി കെടുമ്പോഴേ പുറത്തു വിടാവൂ. അപ്പച്ചമ്മ പിടിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ? പുറമേ ഒന്നുമില്ലെന്ന് ഭാവിക്കുന്നതേ ഉള്ളൂ. മനസ്സ് നിറയെ ആദിയാ. കുഞ്ഞുമണിയുടെയും കുട്ടാപ്പുവിന്റെയും കാര്യം ഓർക്കുമ്പോ ആദി, നിന്റെ കാര്യം ഓർത്താ ആദി, സീതയുടെ കാര്യം ഓർത്താൽ ആദി, മനസ്സിന്റെ കാര്യം ഓർത്താൽ ആദി. ഇതിലൊക്കെ അപ്പുറം ഏതോ പട്ടത്തെരുവിൽ കിടക്കുന്ന കുട്ടിമണിയെ കുറിച്ച് ഓർത്താലോ? വെറും ആദിയാണോ മക്കളെ അത്? കുട്ടിമണിയുടെ 2ാം ജന്മമാണത്. എന്താകുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. കൈകാര്യം ചെയ്യേണ്ട വിഷയം. അവിടുത്തെ അമ്മയെ കിഡ്നാപ്പ് ചെയ്തേക്കുന്നവൻ ചിതക്കാനല്ല, ഭീകരനാവൻ, ഭീകരൻ. അവന്റെ എല്ലാ ഭീകരതയും ഞാൻ മാറ്റും. അവന്റെ പേരെന്താന്നാ പറഞ്ഞേ? മഹേഷ്, ആക്രി മഹേഷ്. ആക്രി മഹേഷോ? പേര് കേട്ടാലേ അറിയാം അവൻ പക്കാ ക്രിമിനലാണെന്ന്. വലിയേട്ടാ, നമ്മുടെ അമ്മായി ആരെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണെന്ന് ഈ പിള്ളേർ പറഞ്ഞല്ലോ. ഈ പ്രശ്നത്തിലേ നമ്മൾ ഇടപെട്ടേ പറ്റൂ. അല്ലേലും ഞാൻ അത്രയിടം വരെ ഒന്ന് പോണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അമ്മായിക്കിപ്പോ പുതിയ ബന്ധുക്കളെ കിട്ടിയിട്ടുണ്ടത്രേ. ഞാനും അറിഞ്ഞു. ഞാൻ കൊണ്ടുവന്ന വാടകക്കാരെ അമ്മായി ഇറക്കി വിട്ടു എന്ന് അറിഞ്ഞപ്പോ മുതൽ വിചാരിക്കുക അവിടെ വരെ പോയി സംസാരിക്കണമെന്ന്. സ്വത്തിന്റെ കാര്യത്തിലും സംസാരിച്ചൊരു തീരുമാനമാക്കണം. ഒരാഴ്ചത്തെ ലീവിനാ ഞാൻ കുവൈറ്റിൽ നിന്ന് വന്നിരിക്കുന്നത്. സ്വത്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. 10-25 കൊല്ലമായിട്ട് തീരുമാനമാവാത്ത കാര്യ ഒരാഴ്ച കൊണ്ട് എന്തായാലും പരിഹരിക്കാൻ പറ്റില്ല. തൽക്കാലം നമുക്ക് ആ കിഡ്നാപ്പറെ അടിച്ചൊതുക്കി അമ്മായിയെ രക്ഷപ്പെടുത്തണം. പിന്നെ പുതിയ കൂട്ടുകെട്ടിന്റെ ഉദ്ദേശം എന്താണെന്നും അവരോട് ചോദിക്കണം. ഇങ്ങനെ സംസാരിക്കാൻ സമയമില്ല. വാ, വേഗം പോവാ. എനിക്ക് കഴിക്കാനൊന്നും കിട്ടിയില്ല. മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നുണ്ടെന്ന് നോക്കിയിട്ട് തിന്നാൻ കൊടുത്താൽ മതിയെന്നാ മാതാശ്രീ എന്നോട് പറഞ്ഞിരിക്കുന്നേ. ഞാൻ മര്യാദയ്ക്ക് തന്നെ ജോലി ചെയ്യുന്നത്. ആ കുട്ടിമണി വന്നിട്ട് പോലും ഞാൻ അകത്തേക്ക് കയറ്റിവിട്ടില്ല. മിടുക്കൻ, മിടുക്കൻ. അങ്ങനെ വേണം ജോലി ചെയ്യാൻ. ഓ, ഞാൻ ഈ വിവരം അകത്തിയെന്ന് പറയുമ്പോ മാതാശ്രീക്ക് എന്ത് സന്തോഷമായിരിക്കുന്നു. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും ആവും. ഞാനേ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തോളാം. ഇത്തിരി ഫുഡ് തരണോന്ന് ആ മാഡത്തിനോട് ഒന്ന് പറ. ശരി, ഞാൻ പറയാം കേട്ടോ. നിന്നോ, കാവല് നിന്നോ. ദാ നിൽക്കുന്നതാ ആക്രി മഹേഷ്. കണ്ടാലറിയാം കൊടും ക്രിമിനലാണെന്ന്. ഏയ്, ഇവൻ ഇവിടെയൊക്കെ തന്നെ ഉള്ളതാ. കോഴിമാംസം വിൽക്കുന്ന കടയില് വായിൽ വെള്ളം ഒലിപ്പിച്ചോണ്ട് നിൽക്കുന്നതേ ഞാൻ കാണാറുള്ളതാ. വാ, നിനക്കെന്താടാ ഇവിടെ കാര്യം? അത് ചോദിക്കാൻ നീ ആരാടാ? ഞങ്ങളെ ഈ ബ്രഹ്മശ്രീ മംഗലത്തെ ബന്ധുക്കളാ. ബന്ധുക്കളായാലും ശരി, ജന്തുക്കളായാലും ശരി, ഒരുത്തരെ ഞാൻ അകത്തേക്ക് കയറ്റിവിടത്തില്ല. ഞാൻ അംബിക മാഡം എന്റെ കസ്റ്റഡിയില. അമ്മായി നിന്റെ കസ്റ്റഡിയിലാണല്ലേ? അടിപൊളി,
മതി ചേട്ടാ. വാ. അയ്യോ അയ്യോ എന്നെ ചെയ്യല്ലേ. വാടാ, ഇനി നമുക്ക് കൈകാര്യം ചെയ്യാം. ദാ, എന്റെ ചെറുമക്കളും അനന്തരന്മാരും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പരിഹസിക്കണ്ട. ഞങ്ങളോട് മനുഷ്യപ്പറ്റില്ലാതെ പെരുമാറിയിരുന്നതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വരാതിരുന്നത്. പക്ഷേ ഒരാവശ്യം വന്നാ ഓടി വരാൻ ഞങ്ങളെ ഉള്ളൂന്ന് അമ്മായിക്ക് ഇപ്പം മനസ്സിലായില്ലേ? എന്താണാവോ ഇപ്പൊ എനിക്ക് വന്ന ആവശ്യം? ഒരു ഗുണ്ട നിങ്ങളെ കിഡ്നാപ്പ് ചെയ്തില്ലേ? ഞങ്ങൾ അവനെ അടിച്ചൊതുക്കിയത്. ഗുണ്ട എന്നെ കിഡ്നാപ്പ് ചെയ്തെന്നോ? പിന്നെ ഉണ്ടയാ. ഈ ശീലാവതി ജീവിച്ചിരിക്കുമ്പോ ഒരുത്തനും എന്റെ മാതാശ്രീയെ ഒന്നും ചെയ്യില്ല. ഓഹോ, പാലം കടന്നു കഴിഞ്ഞപ്പോ കൂരായണ അല്ലേ? ആക്രി മഹേഷ് എന്ന ഗുണ്ടാ തലവനിന്ന് നിങ്ങളെ രക്ഷിച്ചതേ ഞങ്ങളാ. ആക്രി മഹേഷോ? ആ രാഹുലിന്റെ അളിയനെ ആയിരിക്കും ഉദ്ദേശിച്ചത്. ഏതവന്റെ അളിയനായാലും അവനിനി നിവർന്നു നിൽക്കണമെങ്കിൽ കുറെ ദിവസം പിടിക്കും. എന്നെ സഹായിക്കാൻ വന്നവരെ കൂടി നീയൊക്കെ ഉപദ്രവിക്കുകയാണോ? അത് ശരി. അമ്മായിക്കിപ്പോ കിഡ്നാപ്പർ ഉപകാരിയായോ? ഇത് തന്നെ നിങ്ങളുടെ കുഴപ്പം. ബന്ധു ആരാ ശത്രു ആരാന്ന് തിരിച്ചറിയില്ല. എനിക്ക് നല്ലോണം അറിയാം. എന്റെ ബന്ധുക്കൾ തന്നെയാ എന്റെ ശത്രുക്കൾ. ഓ, ഇവര് ശത്രുക്കളല്ലേ? എങ്കിൽ അകത്തോട്ടിരിക്കെ, ഞാൻ ചൂടായിട്ടൊരു ചായ എടുക്കാം. ഇരിക്കാനും സൽക്കാരം സ്വീകരിക്കാനൊന്നും അല്ല ഞങ്ങൾ വന്നത്. അമ്മായി അപകടത്തിലാണെന്നറിഞ്ഞ് സഹായിക്കാൻ വന്നതാ. എനിക്ക് ഒരു അപകടവും ഇല്ലെന്ന് മനസ്സിലായല്ലോ. ഇനി തിരിച്ചു പോയിക്കോ. വന്നിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ പോകുന്നില്ല. എല്ലാവർക്കും സാമ്പത്തികമായി പല പ്രശ്നങ്ങളും ഉണ്ട്. അതെ, ബ്രഹ്മശ്രീ മംഗലത്തെ സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. തീരുമാനം എടുത്തിട്ടില്ലെന്ന് ആരാ പറഞ്ഞത്? വ്യക്തമായ തീരുമാനങ്ങൾ എനിക്കുണ്ട്. പക്ഷേ എന്റെ കാലശേഷമേ തീരുമാനം എന്താണെന്ന് നിങ്ങൾ അറിയൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അമ്മായി ശരിയാവുന്നേ? വിൽപത്രം ഞങ്ങൾക്കൂടി സ്വീകാര്യമാവണ്ടേ? അതിന്റെ ആവശ്യമില്ല. എന്റെ ശ്രീകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ചെന്ന് ചേരേണ്ട സ്വത്തായത്. അവൾ ഇല്ലാത്ത സ്ഥിതിക്ക് കിട്ടുന്നത് എന്റെ ഔദാര്യമാണെന്ന് കരുതിയാൽ മതി. കൂടുതൽ സംസാരിക്കാനൊന്നും വേണ്ട. സംസാരിച്ചേ പറ്റൂ. കോടിക്കണക്കിന് രൂപയുടെ മുതല് കണ്ട അണ്ടനോ അടകോടനും ചെന്ന് ചേരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സ്വത്തിന്റെ കാര്യമല്ലേ സംസാരിക്കുന്നത്? ഞാനൊരു സ്പെഷ്യൽ ചായ എടുക്കാം. എങ്കിലേ ചർച്ച ചൂട് പിടിക്കൂ. എങ്കിൽ പോയി എടുക്ക്. ശരി. ഒരു ജോലിയും ചെയ്യാതെ എന്തൊരു വെയിറ്റ് ആണ് ഇത്. അരുത് മക്കളെ, ഞാനൊരു ബ്രാഹ്മണനാ. ബ്രാഹ്മണനെ ഉപദ്രവിച്ച ബ്രാഹ്മണ ശാപം കിട്ടും. അപ്പൊ നേരത്തെ ഉപദ്രവിച്ചവർക്ക് ശാപം കിട്ടും. നമുക്ക് കുറച്ച് വിറക് കൂട്ടി കത്തിച്ചാലോ? അരുത് മക്കളെ, അരുത്. ഇനി എന്നെ ഒന്നും ചെയ്യരുത്. ചെയ്യാനുള്ളതൊക്കെ അവര് ചെയ്തു കഴിഞ്ഞു. ഒരു ജീവ മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ. നിനക്ക് ജീവൻ എന്താടാ? നീ എന്നെ അമ്മയെ കാണാൻ സമ്മതിക്കില്ലടാ. നീ എന്നെ തടയുമല്ലേ? നിന്നെ ഞാൻ കൊല്ലാതെ വിടുന്നതേ ഞാനൊരു പ്രായപൂർത്തിയായ പെണ്ണായോണ്ടാടാ. ആയിക്കോട്ടെ, കുട്ടിമണിയെ ദൈവം രക്ഷിക്കും. വല്ല സ്ട്രക്ചറും കിട്ടുമോ? എന്നെ ഇവിടുന്ന് എടുത്ത് മാറ്റാനാ. അകത്തെ അമ്മയുടെ ഉരുക്ക് വണ്ടിയുണ്ട്, അതിലെടുത്ത് കുഞ്ഞിന്റെ മുകളിൽ താഴോട്ട് ഉരുക്കി വിടാറുണ്ട്. അങ്ങനെയുള്ള ദുഷ്ടഹിന്ദുക്കളൊന്നും മനസ്സിൽ തോന്നല്ലേ കുട്ടിമണി. ഒന്നുമില്ലേലും കുട്ടിമണിയെ വേളി കഴിക്കാൻ പോകുന്ന വീട്ടിലെ മരുമകനല്ലേ ഞാൻ. നമ്മൾ ആവശ്യത്തിന് പണി കൊടുത്തില്ലേ? ഇനി വിട്ടേക്കാം. ഇല്ല, ഇനി ഞാൻ ആരെയും തടയില്ല. നിക്കടയോടെ. നീയാണോ അമ്മായിയുടെ പുതിയ വാല്? വല്യമ്മയുടെ വാലാ? ഞാൻ വാലും തുമ്പൊന്നുമല്ല. കുട്ടിമണി. നീ കുട്ടുമണിയോ വല്യ മണിയോ ആയിക്കോട്ടെ, ഞങ്ങളുടെ അമ്മായിയുടെ സ്വത്ത് കണ്ടിട്ടാ നീ അവരുടെ കൂടെ കൂടിയതെങ്കിൽ നിന്നെ ഞങ്ങൾ വെച്ചേക്കില്ല. ഞാനൊരു വലിയ ഇല്ലത്തെയാ. എനിക്കാരുടെയും കാശും പണമൊന്നും വേണ്ട. അതൊക്കെ വേണേ നിങ്ങൾ എടുത്തോ. അങ്ങനെ ആയാ നിനക്ക് കൊള്ളാം. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ അടുത്ത് കൂടും. എന്നിട്ട് കാശ് കൈ കിട്ടുമ്പോ വിധം മാറും. മര്യാദക്ക് നിന്നോണം. അതെ, മര്യാദക്ക് നിന്നാ നിങ്ങൾക്കും കൊള്ളാം. എന്റെ അമ്മയുടെ ബന്ധുക്കളായതുകൊണ്ട് ഞാനും പറയുന്നു, മര്യാദയാണേ മര്യാദ. വായേട്ടാ, നമുക്ക് പോ. പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ബാക്കി പിന്നീട് നോക്കാം.
അല്ല അമ്മേ, ആരാ പോയേ? ബന്ധുക്കള്, ശത്രുക്കള്. ഓഹോ, അപ്പൊ പണ്ട് അമ്മ ഇവരെ പേടിച്ച ഇതിനകത്ത് ആരെയും കേറ്റാതിരുന്നതല്ലേ? അത് തന്നെ കക്ഷികൾ. നിനക്കതൊക്കെ ഓർമ്മയുണ്ടല്ലേ? അത്യാവശ്യമായിട്ടും ഓർക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമേ കുട്ടിമണി മറന്നുപോയിട്ടുള്ളൂ മാതാശ്രീ. അവന്മാരാ വന്നേന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ആക്രി മഹേഷിന് പണി കൊടുത്ത പോലെ അവന്മാർക്ക് ഒരു പണി കൊടുക്കായിരുന്നു. ഞാൻ പണി കൊടുത്തു കുട്ടിമണി. എന്റെ സ്പെഷ്യൽ ചായ കൊടുത്തിട്ടാ 3-ന് ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. അല്ല, എന്താ ഈ സ്പെഷ്യൽ ചായ? ഞാൻ ചോദിച്ചിട്ട് നീ എനിക്ക് തന്നില്ലല്ലോ. അത് ഞാൻ ശത്രുക്കൾക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ മാതാശ്രീ. എന്തായാലും എന്താ നിന്റെ സ്പെഷ്യൽ ഒന്ന് കേക്കട്ടെ. അതെ, ഈ ശീലാവതി കൊള്ളാം കൊള്ളാം. അവന്മാർക്ക് അങ്ങനെ തന്നെ വേണം. സ്വത്ത് ചോദിച്ച് വന്നിരിക്കുന്നു. കാലശേഷം എല്ലാം അവന്മാർക്ക് കൊടുക്കാൻ ഇരുന്നതാ. ഇനി നോക്കിക്കോ, ഒരു പൈസ കൊടുക്കത്തില്ല. ഒറ്റ പൈസ കൊടുക്കല്ലേ. Yeah.